എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സിനഡ് നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റ സമിതി. ഞായറാഴ്ചത്തെ 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാനയാക്കി വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നാണ് അൽമായ മുന്നേറ്റ സമിതി ആവശ്യപ്പെടുന്നത്. ഇളവുകളോടെ ഏകീകൃത കുർബാന എന്ന സിനഡ് നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നും അൽമായ മുന്നേറ്റ സമിതി ഭാരവാഹി റിജു കാഞ്ഞൂക്കാരൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞായറാഴ്ചകളിൽ നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാനയായും മറ്റൊന്ന് ഏകീകൃത കുർബാനയായും നടപ്പാക്കാനാണ് സിനഡിന്റെ നീക്കം. എന്നാൽ സിനഡിന്റെ നിർദ്ദേശങ്ങൾ തള്ളി അൽമായ മുന്നേറ്റ സമിതി രംഗത്തു വന്നു. ഇളവുകളോടെ ഏകീകൃത കുർബാന അംഗീകരിക്കാനാകില്ലെന്ന് അൽമായ മുന്നേറ്റ സമിതി പറഞ്ഞു. ജനാഭിമുഖ കുർബാന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ പ്രത്യേക കുർബാനയായി ഏകീകൃത കുർബാന നടത്താമെന്നും ഇല്ലെങ്കിൽ വത്തിക്കാനെ സമീപിക്കുമെന്നും അൽമായ മുന്നേറ്റ സമിതി ഭാരവാഹി റിജു കാഞ്ഞൂക്കാരൻ പറഞ്ഞു. ഞങ്ങളുടെ ഇടവകളിൽ ഞായറാഴ്ചകളിൽ അവിടുത്തെ ഇടവക സമൂഹവും വികാരിയച്ഛനും അനുവദിച്ചാൽ സ്പെഷ്യൽ മാസമായി സിനഡൽ മാസം ഞായറാഴ്ചകളിൽ ഒരെണ്ണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് കണ്ടീഷനുണ്ട്. എറണാകുളം അതിരൂപതയുടെ ജനാഭിമുഖ കുർബാന ഔദ്യോഗികമായി അംഗീകരിക്കണം. സിനഡ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സഭയായി നിലകൊള്ളുമെന്ന മുന്നറിയിപ്പും അൽമായ മുന്നേറ്റ സമിതി നൽകി. എറണാകുളം അതിരൂപതയുടെ 450 വൈദികരെയും 6 ലക്ഷം വിശ്വാസികളെയും പുറത്താക്കിയാൽ ഞങ്ങൾ എറണാകുളം അതിരൂപത വത്തിക്കാന്റെ കീഴിൽ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്രമായി നിലകൊള്ളാനും തയ്യാറാണ്. ഇന്ന് അടിയന്തരമായി ചേരുന്ന യോഗത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.